ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മല്ലലോചനനേവം ചൊന്നതെല്ലാമേ കേട്ടു മെല്ലവേ എട്ടാമതു മുദ്ധവർ ചോദിച്ചിതു. പരമഹംസ സനകാദി സംവാദം പോലെ പലതുണ്ടവയെല്ലാം ശ്രേയസ്സുകളെന്നല്ലോ ചൊല്ലുന്നു ബ്രഹ്മജ്ഞന്മാരതുകളുടെ ഭേദം ഉള്ളതുമതിൽ പ്രധാനത്വവും പിന്നെയതിൽ ഒന്ന് മുഖ്യമോ മറ്റുള്ളവയും പ്രധാനമോ എന്നതു മരുൾ ചെയ്തിടേണമേ ഭഗവാനെ. മാനസം സർവസംഗം നിരസിച്ചിട്ടു നിങ്കൽ ആനന്ദം ഭക്തിയോടുമെങ്ങനെ പ്രാപിച്ചിടും? ഇത്തമുദ്ധവർ ചോദ്യം ചെയ്തോരു നേരത്തിങ്കൽ മുഗ്ധലോചനൻ കൃഷ്ണൻ പിന്നെയും അരുൾ ചെയ്തു. കാലം കൊണ്ടില്ലാതെയാം പ്രളയേ വേദമാദി കാലത്തു ബ്രഹ്മാവിനായി കൊണ്ടെന്നാലുക്തമായി മത്സ്വരൂപകമായ ധർമ്മവും വിരിഞ്ചനാൽ തൽസുതനായ മനുവിനായിക്കൊണ്ടുക്തമായി. പിന്നെയും സപ്തർഷികൾ തദ്ധർമ്മം ഗ്രഹിച്ചിതു. പിന്നെയങ്ങവർ തങ്ങൾ പുത്രന്മാർക്കറിയിച്ചാർ. ദേവദാനവ സിദ്ധ ഗന്ധർവ വിദ്യാധരരേവം പിന്നെയും യക്ഷകിന്നരമർത്യന്മാരും ഇങ്ങനെ ധർമാശ്രയന്മാരായി സർവജനം മംഗലന്മാരായി ഭവിച്ചിടുന്നിതറിഞ്ഞാലും മായാമോഹിതധീകളായ പുരുഷന്മാർ മായാനിർമ്മിത ഗുണത്രിതയ ഭേദഭാവാൽ മായാമോഹിതധീകളാകിയ പുരുഷന്മാർ മായാനിർമ്മിത ഗുണത്രിതയ ഭേദഭാവാൽ ഭൂതജാതക ഭിന്ന കർമ്മവാസനാ ഭേദചേതോ വിഭ്രമങ്ങളാലോരോരാശയം ചേർന്നു വേദങ്ങളോരോ തരം ഭേദിച്ചു തർക്കിച്ചിട്ടു ഭേദവിഭ്രമാൽ പാഷണ്ഡികളായി വർത്തിച്ചിട്ടു വേദമാർഗങ്ങളായ ധർമ്മത്തെ വിരോധിച്ചു വാദിച്ചു വേദാർത്ഥത്തെ ഗ്രഹിയാതുഴലുന്നു. പുരുഷശ്രേഷ്ഠന്മാരായുള്ളവർ ശ്രേയസ്സുകൾ പെരിയ വിധകർമ്മരൂപമായി വാദിക്കുന്നു. ശ്രേയസ്സാകുന്നതൊന്നു ധർമ്മം പിന്നെയും യശസ്സായതു ശ്രേയസ്സെന്നും ചൊല്ലുന്നു ചില ജനം. ശ്രേയസ്സാകുന്നതർത്ഥമെന്നു ചൊല്ലുന്നു ചിലർ. ശ്രേയസ്സും ശമം ദമം സത്യമാമെന്നും ചിലർ. ത്യാഗം ഭോജനം പിന്നെ കാമവുമെന്നു ചിലർ. യാഗദാനാദി തപോവ്രതങ്ങളെന്നും ചിലർ. വധിച്ചിടുന്നിരിത്തം ധർമാർത്ഥ കാമമോക്ഷം വധിപ്പൂനാലും കൂടി ശ്രേയസ്സെന്നിതും ചിലർ. വിധിച്ചിടുന്നു ശ്രേയസ്സീവണ്ണം പലതരം വധിച്ചിടുന്നിതിവയാദ്യന്ത ബന്ധം തന്നെ. താമസനിഷ്ഠന്മാരായുള്ളൊരു ജനമെല്ലാം താമസകർമ്മങ്ങളായിടിന ദുഃഖങ്ങളും സത്യരൂപനാമെങ്കലർപ്പിച്ചിടാതെ പിന്നെ ചിത്സ്വരൂപനാമെൻ്റെ സുഖത്തെ ലഭിക്കുമോ? വിഷയാത്മാക്കളായുള്ളവർക്കെങ്ങനെ സുഖം വിഷമമനുഭവിച്ചിടുവാനറിഞ്ഞാലും ദാന്തനായി ശാന്തനായി സമചേതസായെന്നാൽ സന്തുഷ്ട മനസ്സായാൽ സുഖത്തെ പ്രാപിച്ചിടും. വിധിക്കും മഹേന്ദ്രനും സാർവഭൗമനാം നരപതിക്കും പുനർജന്മമില്ലാത്ത സിദ്ധിയോഗം ലഭിക്കയില്ല. കർമ്മമൊക്കെയുമെങ്കലർപ്പിച്ചഭിജ്ഞാനായാൽ അവനുണ്ടാകും മദ്ഭക്തിയും. വിധിക്കും മഹേന്ദ്രനും സാർവഭൗമനാം നരപതിക്കും പുനർജന്മമില്ലാത്ത സിദ്ധിയോഗം ലഭിക്കയില്ല. കർമ്മമൊക്കെയുമെങ്കലർപ്പിച്ചഭിജ്ഞനായാൽ അവനുണ്ടാകും മദ്ഭക്തിയും. ആത്മയോനികൾ ബ്രഹ്മശങ്കര സംഘർഷണർ സ്വാത്മനാഥയാമെൻ്റെ ശ്രീയും മൽബന്ധുവർഗം ഇവരെ കാട്ടിലേറ്റം പ്രിയനാമെനിക്കു നീ വണ്ണം പ്രിയനന്യനുദ്ധവ നമുക്കില്ല. എന്നുട ഭക്തൻ തന്നെ എന്നിയെ മറ്റു പ്രിയമൊന്നിലും ഒരു നാളും എനിക്കില്ലതുകൊണ്ടു നിരപേക്ഷനായി മുനിവൃത്തിയായി ശാന്തനായി വൈരഹീനനായി സമദർശനായവൻ്റെ
അംഘ്രിരേണുക്കൾ കൊണ്ടു ലോകം ഞാൻ ശുദ്ധമാക്കും. നിഷ്കിഞ്ചനന്മാരായി മത്സക്ത ചിത്തന്മാരായി ശാന്തരായി മഹാന്മാരായി ജീവവത്സലന്മാരായി സന്തതം കാമൈരനാലബ്ധ ചിത്തന്മാരായി സത്തുക്കൾ നിരപേക്ഷമാകിയോരെൻ്റെ സുഖം നിത്യവും അനുഭവിച്ചിടുന്നിതുദ്ധവാക്കിൽ. മദ്ഭക്തൻ വിഷയങ്ങളാലെ ബദ്ധനാകിലും സദ്ഭക്ത്യാ ജിതേന്ദ്രിയൻ വിഷയങ്ങളോടുടൻ ബന്ധിക്കയില്ലവൻ ഹി സമിതാദികളെയും അന്തരമില്ല ഭസ്മീകരിക്കുന്നതുപോലെ. ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചു ദഹിപ്പിക്കുമെന്നതിനൊരു ഭേദമില്ലതെന്നറിഞ്ഞാലും സാധിക്കയൽ ഇല്ലെന്നുടെ ധർമ്മവും സാംഖ്യയോഗ സാധ്യായ തപസ്സിനാൽ ഭക്തിഹീനനു നൂനം യാതൊരുവിധം ഭക്തി എന്നതുമെനിക്കിപ്പോൾ മാധവ മഹാമതേ അരുളിച്ചെയ്യേണമേ. ഏകമായി ഗ്രാഹ്യമായി ശ്രദ്ധയാം സദ്ഭക്തിയും ശോകനാശനമതു ശുദ്ധമാക്കുന്നു സർവം. ധർമ്മവും സത്യം ദയാ വിദ്യയും തപസ്സിവ നിർമ്മലമാകും ഭക്തി തന്നംഗമിവയെല്ലാം. ഭക്തിഹീനാത്മാവിനെ ശുദ്ധമാക്കുന്നീലല്ലോ ഭക്തി സാധനരോ മഹർഷചേതസാവിന. ആനന്ദാശ്രുക്കൾ പിന്ന ഗദ്ഗദവാക്കുകളും മാനഹീനത ചിത്താർദ്രതയുമുണ്ടാം ഭക്ത്യാ. ഭക്തി സംയുക്തനായിടുന്നൊരു പുരുഷൻ്റെ ചിത്തം നിത്യവുമേറ്റം ദ്രവിക്കുമതിനാലെ ചില നേരത്തു ദുഃഖിച്ചിടുന്നിദേവം പിന്നെ ചില നേരത്തു ചിരിച്ചിടുന്നു ശുദ്ധഭക്തൻ. പാട്ടുപാടുന്നു ചില നേരത്തു കളിക്കുന്നു പൊട്ടനെ പോലെ ലജ്ജിച്ചിടുന്നു ചില നേരം. മദ്ഭക്തിയുക്തനേറ്റം ശുദ്ധമാക്കുന്നു ലോകം അല്പകൽമഷം പോലും അഗ്നി ഹേമമലം പോൽ. കർമാനുസാരമായ രൂപത്തെ ഭജിക്കുന്നു കർമ്മബന്ധത്താൽ ആത്മഭക്തിയോഗേന പിന്നെ. എന്നെയും ഭജിക്കുന്നു ജനങ്ങൾ നാനാത്വമായി പിന്നെയും മൽപുണ്യഗാഥാശ്രവണാഭിധാനൈ. ആത്മാവു ഭജിക്കുന്നതെപ്രകാരമെന്നാകിൽ ആത്മനി തഥാ തത്വസൂക്ഷ്മത്തെ ദർശിക്കുന്നു. വിഷയങ്ങളെ സ്മരിച്ചിടുന്ന ചിത്തം സദാ വിഷയങ്ങളിൽ തന്നെ യോജിച്ചിടുന്നു നൂനം. എന്നെ ധ്യാനിക്കും ചിത്തമെങ്കൽ ചേർന്നിടുന്നിതു നിർണയമതിനാലേ അസത്താം ധ്യാനമെല്ലാം സ്വപ്നസന്നിഭമെന്നു തള്ളി മാനസമെങ്കലെപ്പോഴും മദ്ഭാവിത ഭാവത്തോടിരിക്കണം. സ്ത്രീസംഗം തത്സംഗിനാം സംഗവും ത്യക്ത്വാ ദൂരെ ദോഷമാനസയുധ വിവിക്താസനനായി. മടി കൂടാതെ എന്നെ ചിന്തിച്ചിടിനാൽ അവനുടനെ നശിച്ചിടും ക്ലേശബന്ധാദികളും. സർവദാ മനോഹരിയായൊരു നാരിയോടും എവ്വണ്ണം പുമാൻ വസിച്ചൈക്യമായി വാഴും പോലെ സത്സംഗം ചെയ്തിടണം ഉത്തമ ജനമേറ്റം ഉത്സാഹത്തോടുമെന്നതറിക വേണമെടോ. ശ്രേയസ്സു പലവകയെങ്കിലും ഭക്തി തന്നെ ശ്രേയസ്സാകുന്നതെന്നു ധരിച്ചിടുദ്ധവാനി. പ്രസ്തുത ധ്യാനമാർഗമൊമ്പതാം ചോദ്യം ചെയ്തു. അരവിന്ദാക്ഷ നിന്നെ എങ്ങനെ മുമുക്ഷുക്കൾ പരമാനന്ദ ഭക്ത്യാ ധ്യാനിക്കുന്നതും വിഭോ. ഇത്തമുദ്ധവർ ചോദിച്ചിടിനോരനന്തരം സത്വരം ഭഗവാനും ധ്യാനയോഗത്തെ ചൊന്നാൻ. സമമായുള്ളാസനെ സമകായനായിരുന്നമലഹൃദയനായി സുഖമാകുന്ന വണ്ണം ഹസ്തങ്ങൾ രണ്ടും ഉത്സംഗത്തിങ്കൽ വെച്ചു നാസാഗ്രത്തിലീക്ഷണനായി പ്രാണന്റെ മാർഗത്തെയും പൂരക കുംഭകരേജകവായുക്കൾ കൊണ്ടും പാരാത വിപര്യം കൊണ്ടും ശോധയേൻ നിത്യം മെല്ലവേ അഭ്യസിച്ചു വിജിതേന്ദ്രിയനായിട്ടല്ലലെന്നിയേ ഹൃദി മണിനാദമായുള്ള പ്രണവസ്വരത്തെയും താമര നൂലുപോലെ പ്രാണനെ കൊണ്ടു പ്രവേശിപ്പിച്ചു ചൊല്ലിപ്പിന്നെ പ്രണവയുക്തമായ പ്രാണായാമത്തെ ഏവം വിനയത്തോടു 10 സംഖ്യ ശീലിച്ചു നിത്യം.
ഒരു മാസത്തിലകമിങ്ങനെ അഭ്യസിച്ചു വിരവിൽ പ്രാണവായു തന്നെയും ജിതനായി. ഹൃത്പത്മമധ്യസ്ഥമായൂർധനാളമായി മുഖം കീഴ്പോട്ടായുന്നിദ്രയമായി അഷ്ടപത്രമായുള്ള പത്മത്തെ യൂർധൻ മുഖമായി ധ്യാനിച്ചതിൻ മധ്യേ പത്മകർണിക തന്നിൽ രവിചന്ദ്രാഗ്നികളെ സ്മരിച്ചിടേണമതു ധ്യാനമംഗലം കേൾക്ക. പ്രസന്നം സമം ശാന്തമിന്ദു സന്നിഭം മുഖം സ്മിതചന്ദ്രികാപ്രഭം സുന്ദരം സുഖപോലം ശംഖരാജിതകളം മീനകുണ്ടലപ്രഭം ശംഖചക്രാബ്ജഗദാശോഭിതചതുർഭുജം ശ്രീവത്സ ശ്രീസമേതം കൗസ്തുഭവനമാലാശോഭിതമുരസ്ഥലം ഘനശ്യാമളവർണം കടകകടിസൂത്രവലയാംഗദൈര്യുതം കടിപീതവാസസംശോഭിതം മനോഹരം ചരണപദ്മയുഗേ നൂപുരൈരലംകൃതം പരമാനന്ദം കിരീടാദ്യലം കൃതരൂപം പാദാദികേശാന്തവും കേശാദിപാദാന്തവും ചേതസി വിചാരിച്ചിട്ടേവം ധ്യാനിച്ചിടേണം. ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്നിന്ദ്രിയങ്ങളെ തിരിച്ചുന്നത മനസാഭി മാനസം ജയിച്ചുടൻ സാരഥിയായ ബുദ്ധ്യാ നയിച്ചിടണമെങ്കൽ ധീരനായി സർവകാലം സർവവ്യാപകമായ ചിത്തത്തെ ജയിച്ചൊരിടത്തു നിർത്തിയിടവേണം. നിത്യവും മറ്റൊന്നുമേ ചിന്തിച്ചിടരുതല്ലോ. പിന്നെയും സുസ്മിതമാമെന്നുട മുഖപത്മം നന്നായിട്ടന്തർഭാഗേ ഭാവിച്ചു തച്ചിത്തത്തെ അമ്പരത്തിങ്കലാക്കിയിട്ടതിനെ ത്യക്ത്വാ മമ നിർമ്മലരൂപേ ലയിപ്പിച്ചൊന്നു ചിന്തിയാതെ ഏവമാത്മാനമാത്മന്യേവ സന്തൃഷ്ടാ സമഭാവേന സമാഹിതമായെങ്കൽ സർവകാലം യോഗികൾ മാനസവും തീവ്രമാം ധ്യാനം കൊണ്ടു യോഗദർശനം ജ്യോതിർമയമേകാത്മരൂപം നിർവാണപ്രദം പ്രാപിച്ചിടുന്നു മഹാമതേ. നിത്യമല്ലാതെ ദ്രവ്യവസ്തുഭേദങ്ങളാലും വ്യക്തമാം കർമ്മമാർഗഭേദജ്ഞാനത്തിനാലും സത്വചിത്താനന്ദമാ മുക്തി സിദ്ധിക്കയില്ല. മുക്തിലക്ഷ്യത്തിനിവയൊക്കെയും ഭ്രമം തന്നെ. ധ്യാനയോഗവുമേവം ധരിക്ക വഴി പോലെ ആനന്ദകരമിതു സർവസിദ്ധിദം നൂനം. ജിതശ്വാസനായി മഹായോഗധാരണനായി ജിതഗോചരയുക്തനാകിയ യോഗിയുടെ ചേതസി വസിക്കുന്നു സിദ്ധികൾ അനേകങ്ങൾ. ആദരാലേവം കൃഷ്ണൻ അരുൾ ചെയ്തതു കേട്ടു ബുദ്ധിമാനുദ്ധവനും അന്നേരം പത്താമതും വിസ്തരിച്ചാദരേണ പിന്നെയും ചോദ്യം ചെയ്തു. ഏതൊരു ധാരണയാലങ്ങനെ സിദ്ധികളും മാധവ എത്ര വിധമെന്നതും അരുൾ ചെയ്യുക. യോഗികൾക്കെല്ലാം സിദ്ധിദാനം ചെയ്യുന്ന സർവയോഗേശ ഭവാനല്ലാതാരുള്ളതിതു ചൊൽവാൻ. ഭഗവാൻ അതു നേരമുദ്ധവനോടു നന്നായി അകതാർ തെളിവാനായി പിന്നെയും അരുൾ ചെയ്താൻ. സിദ്ധികൾ അഷ്ടാദശവിധമാം ഓരോ തരം ഉക്തമായിതു യോഗ പാരത സിദ്ധന്മാലാൽ. അതുകളെല്ലാറ്റിലും എട്ടുമൽ പ്രധാനമാം. അതുകൂടാതെ 10 ഗുണഹേതുക്കളല്ലോ. അണിമാ മഹിമയും ലഘിമാ ഗരിമയും ഗുണദം പ്രാകാശ്യവും ഈശത്വം വശിത്വവും പ്രാപ്തിയും ഇവയെട്ടും ഇങ്ങനെ സൗമ്യങ്ങളാം പ്രാപ്തമാം ഇവയെന്നിൽ ഗുണഹേതുക്കൾ കേൾക്ക. ദൂരദർശന ശ്രവണത്വവും മനോജവം പരകായത്തിൽ പ്രവേശനവും കാമരൂപം ദേവദർശനം ഭാവസങ്കൽപ്പ സംസിദ്ധിയും സ്വച്ഛന്ത മൃത്യുത്തമദ്വന്ദ്വമനൂർമിമത്വം ആജ്ഞയ പ്രതിഹതാഗതിയും കാലത്ര വിജ്ഞേയത്വവും പരചിത്താഭിജ്ഞത്വം പിന്നെ വിഷസൂര്യാഗ്നിജലാദ്യാദിഭൂതങ്ങളാലേ വിഷമം ഭവിക്കില്ലെന്നതും അപരാജയം. ഇങ്ങനെ 18 വിധമാം സിദ്ധികളെ മംഗലകരം വേറെ വേറെ ചൊല്ലുവൻ കേൾക്ക. കായത്തിനണിമയും മഹിമാ ലഘിമയും ആയവ 3 പ്രാപ്തീന്ദ്രിയങ്ങളാൽ. പ്രാകാശ്യമെന്ന സിദ്ധിശ്രുത ദൃഷ്ടങ്ങളിലും ആകുന്നു പ്രാണത്തിനീശത്വശക്തിയും പിന്നെ ത്രിഗുണങ്ങളിൽ അസംഗത്വമാം വശിത്വവും
ആകവേ ഇച്ഛാലാഭമിങ്ങനെ 8 വിധം. യാതൊരു ഭാവനയാ ഭവിക്കുന്നൊരു സിദ്ധി. ഏതൊരു വിധമെന്നാലായതു കേട്ടുകൊൾക്ക. ഭൂതസൂക്ഷ്മാത്മകനാമെങ്കിൽ ഭൂതാദികളെ ചേതസി തന്മാത്രകളായിട്ടു ധരിക്കുമ്പോൾ അണിമയെന്ന സിദ്ധി ലഭിക്കുന്നിതു. പിന്നെ മാനസേ തന്മാത്രോപാസകനായി നിർമ്മലമാം മഹത്തത്വാത്മാവിങ്കൽ മനസ്സു വച്ചിടുമ്പോൾ മഹത്വമായിടുന്ന മഹിമ ലഭിക്കുന്നു. ഭൂതങ്ങളെല്ലാം പരമാണുവാമെങ്കൽ തന്നെ ചേതസ് യോജിപ്പിച്ചാൽ കാലസൂക്ഷ്മാർത്ഥതയാം അകമേ മഹത്തത്വമാകുന്നോരെങ്കൽ തന്നെ ചേതസ് യോജിപ്പിച്ചാൽ കാലസൂക്ഷ്മാർത്ഥതയാം ലഘിമയെന്ന സിദ്ധി സംപ്രാപിക്കുന്നിതപ്പോൾ. അകമേ മഹത്വമാകുന്നോരെങ്കൽ തന്നെ മാനസം യോജിക്കുമ്പോൾ സർവേന്ദ്രിയങ്ങൾക്കെല്ലാം താനേ വന്നാത്മത്വമാം പ്രാപ്തിയും ലഭിക്കുന്നു. സർവാത്മാ മഹത്തത്വ സൂത്രാത്മാവായോരെങ്കൽ സർവദാ ചേതോദ്ധാരണേന പ്രാകാശ്യസിദ്ധി എന്നുള്ള വ്യക്തജന്മമാമെൻ്റെ പാരമേഷ്ട്യം വന്നുകൂടിയിടുമതിനില്ല സംശയമേതും. കാലാത്മാവായി ലോകവിഗ്രഹനായിടുന്ന ത്രൈഗുണ്യാധീശ്വരനായുള്ളൊരു വിഷ്ണുവിങ്കൽ ചിത്തധാരണാലീശത്വാഖ്യസിദ്ധിയും വരും. ക്ഷേത്രജ്ഞേ തുരീയാഖ്യ ശ്രീനാരായണേ മഹി ചിത്തം സംയോജിപ്പിച്ചാൽ വശിത്വം പ്രാപിക്കുന്നു. നിർഗുണ ബ്രഹ്മമായോരങ്കൽ ധാരണയായി സദ്ഗുണഗരിമാനന്ദത്വവും പ്രാപിക്കുന്നു. എന്നല്ല കാമമൊക്കെ സാധിച്ചിടുന്നു യോഗി തന്നുട ബ്രഹ്മധ്യാന നിഷ്ഠയാ ശാന്താത്മാവായി. ഇത്യേവം ധാരണയാ സിദ്ധികളെട്ടും വരും. 10 മറ്റവയുടെ ധാരണ ചൊല്ലുന്നു കേൾ. ശുദ്ധനായി ധർമ്മമയനായൊരു ശ്വേതദ്വീപപതിയാമെന്നിൽ ചിത്തധാരണനായാലവൻ ശോകമോഹാദി ഷഡൂർമികളുമൊക്കെ തീർന്നു വേഗേന പൂതനാകുമില്ല സംശയമേതും. അനന്താത്മാവായി പ്രാണനാകുന്നോരെങ്കൽ സിദ്ധൻ മനസാ ശബ്ദത്തെയും ധരിച്ചിട്ടത്ര പിന്നെ ഭൂതങ്ങട വാക്കിനെ ഹംസൻ ശ്രവിക്കുന്നതും ചേതസി സർവം ഹംസമന്ത്രാത്മാവായിക്കൊണ്ടു കണ്ണിനു പ്രകാശത്തിനാധാരം രവിയെന്നു കണ്ണിനാൽ സർവം കാണും ജ്യോതിസ്സു സൂര്യൻ തന്നെ. ആകയാൽ നേത്രം സൂര്യൻ രണ്ടും അന്യോന്യമൊന്നായാകവേ തോന്നും ചിത്തം ചിദ്രൂപം ഞാനെന്നുറ്റു മാനസം കൊണ്ടു യോഗിയായിടുന്നവനെന്നെ ധ്യായന്നായി വിശ്വം സൂക്ഷ്മദൃക്കായി കണ്ടിടുന്നു. മാനസമെങ്കൽ നല്ല വണ്ണമായി യോജിച്ചിട്ടു പിന്നെ ദേഹവും വായു കൊണ്ടുമൽധാരണയാ ഊനമില്ലാതോരാത്മാനുഭവം കൊണ്ടും ആത്മാവെവിടെ എവിടെ മാനസമായി വരുമപ്പോൾ. അവിടവിടെ മനോരൂപമായിരിക്കുന്നു. യാതൊരു രൂപങ്ങളെ മനസ്സാൽ നിർമ്മാണമായി ചേതസിലിച്ചപ്പതേക അങ്ങതാമപ്പോൾ ദേഹം ചേതസിലിച്ചിപ്പതേതങ്ങതാമപ്പോൾ ദേഹം. എന്നുട യോഗബലമാശ്രിതനായിട്ടല്ലോ വന്നിടുന്നിതു പരകായ പ്രാപ്തിയും കേൾക്ക. തന്നുട യോഗത്തിനാൽ പിണ്ഡമാം ദേഹം വിട്ടു പിന്നെയും ഹൃദാത്മാനം പ്രാപിക്കുമപ്പോൾ പ്രാണൻ. വായുഭൂതമായി വണ്ടുപോലെ മറ്റൊരു കായേ മായമെന്നിയെ സിദ്ധൻ ശോഭിക്കുമതു നേരം. കാലിൻ്റെ മടമ്പിനാൽ ഗുദത്തെ അടിച്ചിട്ടു ചാലേ പ്രാണനെ ഹൃദയാൽ നിന്നു മസ്തകാന്തം മേൽപോട്ടു കയറ്റിയിട്ടു ബ്രഹ്മരന്ധ്രത്തിലൂടെ ചിൽപ്രകാശമാം ബ്രഹ്മസാക്ഷിത്വം തന്നിലാക്കി കായത്തെ ഉപേക്ഷിച്ചിടുന്നവൻ സുരലോകെ മായമെന്നിയെ വിമാനസ്ഥിത സഞ്ചാരനായി ശുദ്ധസാത്വിക സുര സ്ത്രീകളോടൊരുമിച്ചു ശുദ്ധസാത്വിക സുരന്മാരുമായി ക്രീഡിക്കുവാൻ സന്തോഷത്തോടും സത്വമായിരിക്കുന്നോരെന്നെ സന്തതം ചിത്തത്തിങ്കൽ ചിന്തനം ചെയ്തിടേണം. മൽപരനായിരിക്കും അവൻ്റെ ബുദ്ധിയിങ്കൽ എപ്രകാരമായി കൽപ്പിച്ചിടുന്നിതപ്രകാരം.
സത്യരൂപനാമെങ്കൽ മാനസം യുക്തമായിട്ടൊത്തതുപോലെ ഭവിച്ചിടുമെന്നറിഞ്ഞാലും മദ്ഭാവപ്രാപ്തരേവമെങ്കിലങ്ങവരുടെ സദ്ഭാവാജ്ഞയെ ലംഘിച്ചിടുവാനാരുമില്ല. അപ്പുമാനീശ്വത്വവും വശിത്വവും ഇവ ലഭ്യം തപ്പില്ലങ്ങൊരേടത്തും ത്യജിക്കയില്ലവനെ. മദ്ഭക്തി കൊണ്ടു ശുദ്ധസത്വനായി ധാരണയാ ചിത്തായിട്ടിരിക്കുന്ന യോഗിക്കു ത്രികാലവും ജന്മവും മരണവും ബുദ്ധി കൊണ്ടറിഞ്ഞിടാം. നിർമ്മല ഔദാസീന്യേന പ്രകൃതി ഗുണവൃത്തി കർമ്മണാപരനായി ചിന്മയനാകുമെങ്കിൽ ധാരണ ചെയ്യും ചേതസ്സിന്നു ദ്വന്ദ്ങ്ങളാലങ്ങോരോരോ ബാധകളുമുണ്ടാകയില്ല താനും. സർവഭൂതങ്ങളിലും ഹൃദിസ്ഥനായി സദാ സർവസാക്ഷിയായ ആത്മാവായിടുമെന്നേ ചിത്തെ ധ്യായന്നായിരിപ്പവൻ. പരന്മാരുടെ ചിത്തെ തോന്നിയിടും വൃത്താന്തങ്ങൾ സർവവും അറിഞ്ഞിടും. മദ്യോഗ ശ്രദ്ധാചിത്തനായിരിക്കുന്ന മുനി തദ്യോഗമയമായിട്ടിരിക്കും ശരീരത്തെ അഗ്നിയാദിഭൂതങ്ങൾക്കും നശിപ്പിക്കാവതല്ല വിഘ്നമായി വരാവാരിയാദസ്സുകൾക്കു നൂനം. മദ്രൂപ ശ്രീവത്സാദിഭൂഷണധ്വജഛത്രമുദ്രകളോടും കൂടി മേവീടും മദ്വിഭൂതി ധ്യായന്നായി സർവജിത്തായി ഭവിച്ചിടുന്നു യോഗി. ഇങ്ങനെ തന്നെ യോഗധാരണയോടും കൂടി മംഗലമുപസ്ഥനായി സൂക്ഷ്മദൃക്കായിരിക്കും മുനിക്കു മുൻചൊല്ലിയ സിദ്ധികളെല്ലാം ഉടൻ കരസ്ഥമായിരിക്കുമെന്നതിൻ സിദ്ധാന്തവും. ഇന്ദ്രിയജിത്തുമായി ദാന്തനായ അനുക്രമാൽ ഭിന്നമെന്നിയെ ശ്വാസം തന്നെയും ജിതമാക്കി സന്ദേഹഛിന്നാത്മാവായ എന്നുട ധാരണയെ ധാരയനായിരിക്കും മുനിക്കു സിദ്ധി പാർത്താൽ പാരാതെ വേണ്ടും വണ്ണം ലഭിക്കുമെന്നീ അർത്ഥം. അന്തരായങ്ങളെയും വധിച്ചിടുന്നു കേൾക്ക. ചിന്തിക്കലുത്തമമായിരിക്കും യോഗമെന്നാൽ സമ്പാദിപ്പതും കാലലക്ഷണഹേതുവല്ലോ. ഇമ്പമെന്നിയെ ജന്മൌഷധങ്ങൾ തപോമന്ത്രം എന്നിവ കൊണ്ടു സിദ്ധിയുണ്ടാകുമായവയെ യോഗം കൊണ്ടുണ്ടാം യോഗഗതി മറ്റൊന്നാൽ വരാ. യാതൊരു സിദ്ധികൾക്കും ഹേതുവും പതിയും ഞാൻ ചെയ്തിടും ധർമ്മകർമ്മ സാംഖ്യയോഗാദികൾക്കും. ബ്രഹ്മാവാദികളായ സർവദേഹികളിലും ബ്രഹ്മമായി അന്തർബഹിർവ്യാപ്തനായ ആത്മാവായി പുറത്തു ഭൂതങ്ങളായ അവറ്റിനകം പുറം നിറഞ്ഞു നിൽപ്പൂ സർവപതിയാം ഞാനെന്നറി. ഇത്തരമണിമാതി സിദ്ധികൾ കേട്ടു പിന്നെ തത്വഭൂതാത്മാ സർവപതിയും ഞാൻ താനെന്നും നിശ്ചയിച്ചരുൾ ചെയ്ത നിശ്ചല മുകുന്ദനോടച്യുത പാദഭക്തനുദ്ധവരിത്തം ചൊന്നാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണ.